ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള സിറ്റി എന്ന് പറയപ്പെടുന്ന ഇൻഡോറിൽ ജനങ്ങൾ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാത്ത അവസ്ഥയാണ്. ജനങ്ങൾ ജോലിയൊക്കെ ഉപേക്ഷിച്ച് കന്നാസും ബക്കറ്റും ഒക്കെ റോഡിൽ ധർണയിരിക്കുന്നു. ലോകത്തിലെ 4ാമത്തെ ലാർജസ്റ്റ് എക്കണോമിയിൽ നിന്ന് തെന്നി വീണ് 6ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയിൽ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം തെരുവിൽ വെള്ളത്തിനു വേണ്ടി സർക്കാരിനോട് കേഴുന്നു. 3250 കിണറുകളിൽ ഒരു തുള്ളി വെള്ളമില്ലാതായി. കുഴൽ കിണറുകളും പബ്ലിക് പൈപ്പുകളും വറ്റി വരണ്ടു. ഈ മാസത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 65,000 സർക്കാർ കുഴൽ കിണറുകളിൽ പകുതിയും വറ്റി വരണ്ടുപോയി എന്നതാണ്. ഒരു കാലത്ത് തടസ്സമില്ലാതെ നല്ല വെള്ളം കിട്ടിയിരുന്ന, അങ്ങനെ പരസ്യം ചെയ്തിരുന്ന പ്രീമിയം ടൗൺഷിപ്പുകൾ ഉണ്ടായിരുന്ന, ജലം സുലഭമായിരുന്ന നാട് ഇപ്പോൾ സ്വകാര്യ ടാങ്കറുകളെ കാത്ത് പൊരിവെയിലത്ത് റോഡിൽ നിൽപ്പാണ്. ലോകത്തും ഇന്ത്യയിലും തന്നെ ഉണ്ടായിരിക്കുന്ന ഈ അവസ്ഥയുടെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഫാംസും ഒക്കെയാണ്. എന്നാൽ ഏറ്റവും പുതിയ കാരണം എന്നത് ഡാറ്റാ സെന്റേഴ്സ് ആണ്. ഇന്ത്യയിൽ സാധാരണക്കാരൻ അങ്ങനെ ദാഹജലത്തിനായി പോരാടുമ്പോൾ നഗരം വലിയ തോതിലുള്ള ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് വഴിയൊരുക്കുകയാണ്. പ്രതിവർഷം ഡാറ്റാ സെന്ററുകൾ കൂൾ ഡൗൺ ചെയ്യിക്കുന്നതിനും മറ്റും വേണ്ടി ഏകദേശം 1.6 മുതൽ 2.08 ബില്യൺ ലിറ്റർ വെള്ളം വരെ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപനമായിട്ടുള്ള റാക്ക് ബാക്ക് 6000-ൽ-അധികം GB ഉൾക്കൊള്ളാൻ കഴിയുന്ന 80 മെഗാവാട്ട് അടുത്ത് വരുന്ന ഡാറ്റാ സെന്റർ നിർമ്മിക്കാൻ ആലോചിക്കുന്നുണ്ട്. ലോകത്തിന്റെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളും അവരുടെ സ്വാഭാവിക ജീവിതത്തിനും പരിതസ്ഥിതിക്കും ആളുകളുടെ സോഷ്യൽ ലൈഫിനും ഒക്കെ വിനാശകരമാകും എന്നതുകൊണ്ട് വേണ്ട എന്ന് വെക്കുന്ന ഡാറ്റാ സെന്ററുകൾ തികഞ്ഞ ആത്മാർത്ഥതയോടെ ജനങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചും അവരുടെ വെൽഫെയറിനെ കുറിച്ചും ഒന്നും ആലോചിക്കാതെ അത്തരത്തിൽ ഒരു ചിന്തകളും ഇല്ലാതെ സ്വീകരിച്ചിരിക്കുകയാണ് ഇന്ത്യ ഗവൺമെന്റ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഗൂഗിളിന്റെ ഏഷ്യയിലെ ഏകദേശം $15 ബില്യൺ ഒരു ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഒരു ഡാറ്റാ സെന്റർ വിശാഖപട്ടണത്ത് സ്ഥാപിച്ചു. അതിന് പ്രതിദിനം വർക്ക് ചെയ്യുന്നതിനും ആ സെന്ററിനെ തണുപ്പിക്കുന്നതിനൊക്കെയായി ഏകദേശം 20 ലക്ഷം ലിറ്റർ വെള്ളമാണ് വേണ്ടി വരുന്നത്. അത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് ഭൂഗർഭജലത്തെ എത്രമാത്രം വറ്റിച്ചു കളയാൻ പോകുന്നതാണ്. അവിടെ മാത്രമല്ല, ഛത്തീസ്ഗഡിലും സെന്ററുകൾ വരും. ഇതെല്ലാം ഇന്ത്യയുടെ ജല ദുർബലത കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇന്ത്യയിലെ ഭൂഗർഭജലം മൺസൂൺ റീചാർജിനെ ആശ്രയിച്ചായിരുന്നുവെങ്കിൽ നഗരവൽക്കരണം കൊണ്ട് നാട് മുഴുവൻ കോൺക്രീറ്റായി ഭൂമിക്ക് അടിയിലൂടെ ഒഴുകിയിരുന്ന മഴവെള്ളം അഴുക്ക് ചാലുകളിലൂടെ ഒഴുകുന്ന ഒരു അവസ്ഥയാണുള്ളത്. എല്ലാവരും ഇപ്പോൾ LPG ഷോർട്ടേജിനെ കുറിച്ചും ഇന്ധനക്ഷാമത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അത് മാത്രമാണ് നമ്മുടെ സമാധാനം കെടുത്തുന്നത്. എന്നാൽ അതിലും വലിയൊരു വിപത്താണ് നമ്മെ കാത്തിരിക്കുന്നത്, നമ്മൾ ചർച്ച ചെയ്യാത്ത എന്നാൽ ഏറ്റവും കൂടുതൽ ആകുലപ്പെടേണ്ട ഒന്ന്. അത് നമ്മുടെ രാജ്യത്തെയും എന്തിന് ലോകത്തെ മുഴുവനായും ഇനി നേരിടാൻ പോകുന്ന ഒരു ജല ദുർബലത എന്ന ആഗോള പ്രതിസന്ധിയാണ്. ഗ്ലോബൽ വാട്ടർ ബാങ്ക്രപ്സി, ലിവിംഗ് ബിയോണ്ട് അവർ ഹൈഡ്രോളജിക്കൽ മീൻസ് ഇൻ ദ ക്രൈസിസ് എന്ന റിപ്പോർട്ട് പ്രകാരം ലോകം ഇന്ന് ജലലഭ്യതയുടെ കാര്യത്തിൽ തികച്ചും ആശങ്കാജനകമായ ഒരു കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് ഈ ജലദാരിദ്ര്യം എന്ന് ചോദിച്ചാൽ, പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതുപോലെ സ്വാഭാവികമായ അവസ്ഥയിലേക്ക് പോകുവാനുള്ള ശേഷി നദികൾക്കും ഭൂഗർഭ ജലാശയങ്ങൾക്കും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പണ്ട് താൽക്കാലിക പ്രതിഭാസമായി മാത്രം ഉണ്ടായിട്ടുള്ള വരൾച്ച, ജലക്ഷാമം, ജലമലിനീകരണം എന്നിവ ഇപ്പോൾ ലോകത്തിന്റെ നിരന്തര പ്രശ്നങ്ങളായി മാറുകയാണ്. ഇങ്ങനെയാണ് ഈ ജലപാപ്പരത്വം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇതിനെയാണ് ജലപാപ്പരത്വം എന്ന് വിളിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പ്രത്യേകത അനുസരിച്ച് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ താൽക്കാലികമായി എങ്ങനെ ഷോർട്ട് ടൈമിൽ പരിഹരിക്കാം എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. വെള്ളത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ ആ ചിന്ത മാറ്റി അതിനു പകരം ജലപ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള കൃത്യമായ ആസൂത്രണം എന്ന നിലയിലേക്ക് ആഗോളതലത്തിലടക്കം നയങ്ങൾ മാറണമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഭരണകൂടത്തിന് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ലഭ്യമായ ജലത്തിന്റെ കൃത്യമായ കണക്ക് എടുപ്പുകൾ നടത്തുക, ജല ഉപയോഗത്തിന് കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിക്കുക, പ്രകൃതിദത്തമായ ജലസ്രോതസ്സുകളായിട്ടുള്ള ജലം ഉൽപ്പാദിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഭൂഗർഭ ജലാശയങ്ങൾ, തണ്ണീർത്തടങ്ങൾ, മണ്ണ്, നദികൾ, മഞ്ഞുമലകൾ എന്നിവയെ സംരക്ഷിക്കുക. ഈ മാറ്റങ്ങളെല്ലാം നടപ്പിലാക്കുമ്പോൾ പാവപ്പെട്ടവരെയും ദുർബല ജനവിഭാഗത്തെയും അവരുടെ ഉപജീവന മാർഗങ്ങളെയും ബാധിക്കാതെ സമത്വത്തോടെ ചെയ്യുക എന്നത് പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഈ അവസ്ഥയെ കേവലം വെള്ളവുമായി ബന്ധപ്പെട്ട ഭീഷണിയായോ റിസ്കായോ മാത്രം കാണരുത്. ഇപ്പോൾ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള അവസരമാണ് നമുക്കുള്ളത്. വ്യക്തവും ആത്മാർത്ഥവുമായി നടത്തുന്ന എഫേർട്ടുകൾ കൊണ്ട് വലിയ മാറ്റങ്ങളാണ് വരുത്താൻ സാധിക്കുന്നത്.
ഇപ്പോഴുള്ള ഈ ജലക്ഷാമം പരിഹരിക്കാനാവാത്ത വലിയ പ്രതിസന്ധിയായി മാറുന്നതിന് മുൻപ് തന്നെ ജനങ്ങളും ഭരണകൂടവും ഉയർന്നു പ്രവർത്തിച്ചുകൊണ്ട് വരാനിരിക്കുന്ന വലിയ അപകടം തടഞ്ഞില്ല എങ്കിൽ വൻ ദുരന്തമായിരിക്കും ലോകത്തെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ലോകത്തിലെ 4-ൽ 1 ആൾക്ക് ശുദ്ധജലം കിട്ടുന്നില്ല എന്നാണ് പല പഠനങ്ങളും പറയുന്നത്. ഇത് ഭാവിയിലെ പ്രശ്നമല്ലേ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന നിഷ്കളങ്കരോട്, നിങ്ങൾ അങ്ങനെ കരുതുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ പകുതി നഗരങ്ങളിലും ശുദ്ധജല ക്ഷാമമുണ്ട്. ബാംഗ്ലൂർ, കൊൽക്കത്ത, ചെന്നൈ ഇവിടെയൊക്കെ റീചാർജ് ചെയ്യപ്പെടുന്നതിലും വളരെയധികം വേഗത്തിലാണ് ജലം അപ്പോൾ തന്നെ പമ്പ് ചെയ്തെടുക്കപ്പെടുന്നത്. കോടിക്കണക്കിന് ജനങ്ങൾ ഇപ്പോൾ തന്നെ ഹൈ റിസ്കിലാണ്. ഇത്രയും കാലം ലോകം ഭയന്നിരുന്ന ജലക്ഷാമം ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ നദീതടങ്ങളും ജലാശയങ്ങളും എല്ലാം അവയുടെ ചരിത്രപരമായ സ്വാഭാവിക സാധാരണ ഗതിയിലേക്ക് അവസ്ഥയിലേക്ക് പോകുന്നതിനുള്ള അതിന്റെ കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇൻഡോർ എന്നത് ഒരു മുന്നറിയിപ്പാണ്. പ്രകൃതിയെ സംരക്ഷിക്കാത്ത വോട്ട് ബാങ്കും സ്വാർത്ഥ താല്പര്യങ്ങളും മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജനജീവിതത്തെയും ഭൂമിയെയും ഇങ്ങനെ ഊറ്റിക്കുടിക്കുന്ന ഒരു സിസ്റ്റത്തിന് ഇനിയും വേണ്ട രീതിയിൽ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ശുദ്ധജലക്ഷാമത്തിൽ വലയുന്ന ഒരു വലിയ ജനത്തെയായിരിക്കും നമ്മൾ ഭാവിയിൽ കാത്തിരിക്കുന്നത്. നമ്മുടെ ഉറക്കം കെടുത്താൻ പോകുന്ന ഒരു സൂചനയാണ് ഇൻഡോർ. ഇത് വെറും ഒരു ഭരണ പ്രതിസന്ധി മാത്രമല്ല, വരും കാലങ്ങളിൽ നമ്മൾ കാത്തിരുന്ന് പരിഹരിക്കേണ്ട വലിയൊരു പ്രശ്നം തന്നെയാണ്.